അല്ല നന്ദ, നിന്റെ കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞതാ. എന്റെ കൂട്ടുകെട്ടിന് എന്താ കുഴപ്പം? ചന്ദ്രമതി പൊതുവെ അങ്ങ് പറഞ്ഞതാ. നീ വാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല, നിക്ക്. ആന്റിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലത്. ആന്റി ഏത് കൂട്ടുകെട്ടിന്റെ കാര്യം പറയുന്നേ? ഇസബല്ലയായിട്ടുള്ളതാണോ? എന്നാലേ ആ സൗഹൃദമൊന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത്. ആന്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. പറയാൻ ഇവിടെ അച്ഛനും അമ്മയും പിന്നെ എന്റെ ഭാര്യയുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. നന്ദ, നിർത്ത്. അമ്മേ, അമ്മ നിർത്താൻ പറയേണ്ടത് എന്നോടല്ല, ആന്റിയോടാ. ആന്റിയാ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒന്നിനെ 10 പൊലിപ്പിക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതേ പറയാറുള്ളൂ. കള്ളം ഞാൻ പറയില്ല. നീ വഴിതെറ്റി പോകാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. വഴിതെറ്റി പോകാതിരിക്കാൻ ഉപദേശിക്കേണ്ടത് എന്നെയല്ല, ആ ഉപദേശം കൊടുക്കേണ്ടിയിരുന്നതേ സ്വന്തം മോൾക്കായിരുന്നു. അവളുടെ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ബലരാമനെങ്കിൽ കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ കുഞ്ഞുണ്ടായ മഹാൻ അല്ലേ? നന്ദ, എന്താ ഇത്? അമ്മ എന്തിനാ ചൂടാവുന്നേ? ഞാൻ സത്യമല്ലേ പറയുന്നത്? കൈയില്ലാത്തവരാ വിരലില്ലാത്തവരാ ആക്ഷേപിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട. ഇല്ല, പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. എന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. നന്ദൻ പറഞ്ഞത് ശരിയല്ലേ പ്രഭേ? മീരയെ കുറിച്ച് പറഞ്ഞത് ശരിയാ, ബാലുവിനെ കുറിച്ച് പറഞ്ഞത് ശരിയാ. നന്ദന് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതിനർത്ഥം ഞാൻ തോറ്റു. അവൻ പറഞ്ഞത് തന്നെയാ സത്യം. പ്രഭേ, ഞാൻ ഇറങ്ങും. ചന്ദ്രമതി, നിക്ക്. അവൻ അറിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. നന്ദാ, ഇങ്ങോട്ട് പോ. ആന്റിയോട് സോറി പറയാൻ പറയടാ. ആന്റിയും ഞാൻ വേണ്ട നന്ദ, എന്നോട് സോറി ഒന്നും പറയണ്ട. തിരിച്ച് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ? നിന്നോട് ഞാൻ ക്ഷമ പറയണ്ട. അല്ല ആന്റി, സോറി നന്ദ, സോറി. ചന്ദ്രമതി പോവല്ലേ? പ്രഭ, എടാ, നീ എന്തൊക്കെയായി പറഞ്ഞത്? അമ്മ ഞാൻ എന്റെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞു പോയതാ.